Friends, today's topic is History of Income Tax Law in India. Evolution of Income Tax Act. The history of income tax in modern India dates back to 1860, when the first Income Tax Act was introduced by Sir James Wilson. He introduced tax in order to meet the losses sustained by the government on account of military mutiny of 1857. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് എന്ന ഒരു കൺസെപ്റ്റ് ഉയർന്നു വരുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര അനന്തരമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായ നഷ്ടങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇങ്ങനെ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ദിസ് ആക്ട് റിമൈൻഡ് ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ് 5 years. എന്നാൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ ഇന്ത്യ നടത്തിയ സംഘടിത മുന്നേറ്റം, ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സംഘടിത മുന്നേറ്റത്തിൻ്റെ ഫലമായി ഉണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി നിലവിൽ വന്ന ടാക്സ് ആക്ട് അത് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 വർഷത്തിന് ശേഷം ആ ഒരു ആക്ട് ലാപ്സ് ആവുകയാണ് ഉണ്ടായത്. ദിസ് ആക്ട് ലാപ്സ്ഡ് ഇൻ 1865. ദെറാഫ്റ്റർ ആക്ട് 2 ഓഫ് 1886 വാസ് ദ നെക്സ്റ്റ് ലാൻഡ് മാർക്ക്. രണ്ടാമത് വന്ന നിയമമാണ് 1886 ആക്ട് 2 എന്ന പേരിൽ. നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് ഗ്രേറ്റ് ഇംപ്രൂവ്മെൻറ്റ് വാസ് മെയ്ഡ്. വലിയ പുരോഗതിയോടുകൂടെ നിയമത്തിൻ്റെ പല ക്വാളിറ്റികളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ നിയമത്തിൽ നിന്നും വളരെ മാറ്റമുള്ള ഒരു നിയമമായിരുന്നു രണ്ടാമത്തത്. It introduced the definition of agricultural income and the exemption it granted in respect of agricultural income has continued to be a feature of all subsequent legislations. നിലവിലുള്ള ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയറിലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള പ്രൊവിഷൻസ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, agricultural income is exempted from tax. This is dates back to the second act of 1886. 1886 ഉണ്ടാക്കിയ നിയമത്തിൽ ആണ് ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തെക്കുറിച്ച് പ്രതിപാദിച്ചത്. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. പിന്നീടുണ്ടായ എല്ലാ അമെൻമെൻറ്റുകളിലും നിയമങ്ങളിലും ഈ ഒരു അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന് നൽകേണ്ട ടാക്സ് എക്സംഷനെക്കുറിച്ചും പ്രൊവിഷൻസ് ഉണ്ടായിട്ടുണ്ട്, നിലവിലും ഉണ്ട്. The year 1918 saw the introduction of Act 7 of 1918, which recasted the entire tax laws. Among other things, this act was redesigned to avoid certain inequalities in the assessment of individual taxpayers under the 1886 Act. നേരത്തെ പറഞ്ഞതുപോലെ 1886 ആക്ട് വളരെ ക്വാളിറ്റിയുള്ള നിയമത്തിൻ്റെ മേന്മകളൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു നിയമമായിരുന്നു. എന്നാൽ ചില പോരായ്മകളുടെ അടിസ്ഥാനത്തിൽ 1918 വീണ്ടും ആക്ട് 7 എന്ന പേരിൽ ഒരു മേജർ അമെൻമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാന കാരണം certain inequalities in the assessment of individual taxpayers under the 1886 Act. 1886 ആക്ട് പ്രകാരം ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിൻ്റെ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഉണ്ടായ ചില ഇന്നിക്വാലിറ്റീസ്. ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സ് ആകുമ്പോൾ ചില
ബെനിഫിറ്റുകളൊക്കെ ആവശ്യമാണ്, ചില ഒഴിവ് കഴിവുകളും മറ്റും. വ്യക്തികളാവുമ്പോൾ ചില എക്സംഷൻസൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇന്നിക്വാലിറ്റീസ്, കമ്പനിയുടെ അസസ്മെൻറ്റ്, അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങളുടെ അസസ്മെൻറ്റ്, ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിൻ്റെ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് വന്ന ഇന്നിക്വാലിറ്റീസ് അതിന് തടയിടാൻ വേണ്ടി 1918 നിയമം വീണ്ടും അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടു. The Act introduced for the first time the scheme of aggregating income from all sources for the purpose of determining the rate of tax. Okay. Rate of tax എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടെ ഉയർന്നു വന്നു. വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്നുള്ള വരുമാനം അഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാടും, അതേപോലെ സിംഗിൾ റേറ്റ് ഓഫ് ടാക്സ്, എല്ലാ സോഴ്സുകളും ആഡ് ചെയ്തിട്ട് നിലവിലുള്ളതുപോലെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയതും 1918 നിയമത്തിന് ശേഷമാണ്. The Indian Income Tax Act 1922, which came into being as a result of the recommendations of All India Income Tax Committee, is a milestone in the evolution of direct tax laws in our country. നമ്മുടെ രാജ്യത്ത് ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിയമം ഉണ്ടാവാൻ നിദാനമായ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് 1922. ഓൾ ഇന്ത്യ ഇൻകം ടാക്സ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നത്. 1918 മേജർ അമെൻമെൻറ്റിന് ശേഷം 4 വർഷത്തിന് ശേഷം 1922 ഇങ്ങനെ ഒരു നിയമം ഉണ്ടായി. അതുമൂലം ഡയറക്റ്റ് ടാക്സ് ലോസ് ശക്തിപ്പെട്ടു. ഇന്ത്യയിൽ ഡയറക്റ്റ് ടാക്സിന് പ്രത്യേക നിയമം വേണമെന്നുള്ള ഒരു മുറവിളിയൊക്കെ ഉണ്ടായി. ഇൻകം ടാക്സ് ഈസ് വൺ ഓഫ് ദ ഡയറക്റ്റ് ടാക്സസ്. ഇൻകം ടാക്സിന് പ്രത്യേക നിയമം വരുന്നതിലേക്കുള്ള ഒരു വഴി തുറന്ന ഒരു നിയമമായിരുന്നു ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് 1922. Its importance lies in the fact that the administration of the income tax carried on by the provincial governments came to be vested in the central government. The Act of 1922, like the Act of 1918, applied to all incomes accruing or arising or received in British India or deemed to be accrued, arisen or received. It marked an important change from the Act of 1918 by establishing the charge in the year of assessment on the income of the previous year instead of merely adopting the previous year's income as a measure of income of the year of assessment. നിലവിലുള്ള റൂള് പോലെ പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെൻറ്റ് ഇയറിൽ ടാക്സബിൾ ആകുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു. The Act of 1922 made a departure by abandoning the system of specifying the rate of taxation in its own schedules. It left the rates to be announced by the Finance Acts, a feature which survives to this day. ഇന്നുള്ളതുപോലെ ഫിനാൻസ് ആക്ട് സമയാസമയം അനൗൺസ് ചെയ്യുന്ന ഒരു റേറ്റാണ് ഇൻകം ടാക്സ് റേറ്റ് ഓരോ അസസ്മെൻറ്റ് ഇയറിലും ഉണ്ടാവാറ്. ആ ഒരു രൂപത്തിലേക്ക് 1922 നിയമത്തോടെ മാറുകയാണ് ഉണ്ടായത്. A feature of which it also enabled laws under one head of income to be set off against profits under any other head.
so that the tax was chargeable only on net income. ഓക്കെ, ഇന്നുള്ളതുപോലെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്നേ ഉണ്ടായിരുന്നു. 1922 ആക്ട് ഇങ്ങനെ ഒരു പ്രൊവിഷൻ മുന്നോട്ട് വച്ചിരുന്നു. The Act of 1922 remained in force till 1961. വളരെ കൂടുതൽ ദീർഘകാല സമയം ഒരു ഇഫക്റ്റ് ഉണ്ടായ നിയമമാണ് 1922 നിയമം. നിലവിലുള്ള 1961 ഇൻകം ടാക്സ് ആക്ടിനോട് സാമ്യതയുള്ള ഒരു വിധത്തിൽ പരിപൂർണമായൊരു നിയമം തന്നെയായിരുന്നു 1922 ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട്. അത് 1961 വരെ തുടർന്നു. 1961 നിലവിലുള്ള ഇൻകം ടാക്സ് ആക്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു ആക്ട് 1961 വന്നത് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ലോ കമ്മീഷൻസ് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു ഇൻകം ടാക്സിന് സെപ്പറേറ്റ് നിയമം, ഡയറക്റ്റ് ടാക്സിൻ്റെ കൂട്ടത്തിൽ ഇൻകം ടാക്സിന് പ്രത്യേക നിയമം പാസ്സാക്കപ്പെടുന്നത്. ഇൻകം ടാക്സ് ബിൽ giving effect to its recommendations was submitted in the Lok Sabha in April 1961. The bill received the assent of the President on 13th September 1961. The present Income Tax Act is the Act of September 1961. ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് പാസ്ഡ് ഇൻ സെപ്റ്റംബർ 1961. ഓക്കെ, സെപ്റ്റംബർ 1961 ഇങ്ങനൊരു നിയമം ഫൈനലായിട്ട് പാസ്സാവുന്നത്. ക്ലിയർ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ആക്ട് ആണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് തിയറി ക്വസ്റ്റ്യൻസ് ഓഫൺ സീൻ ഇൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ. ഇൻകം ടാക്സ് ആക്ട് ആകുമ്പോൾ തിയറിക്ക് പ്രാധാന്യമുണ്ട്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് തിയറി ആൻഡ് പ്രോബ്ലംസ്. പ്രധാനപ്പെട്ടൊരു തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമായി നോട്ട് എഴുതി വെച്ച് പഠിക്കുക. പോയിൻറ്റ്സുകൾ മാത്രം നോട്ട് ചെയ്ത് എഴുതുക. ഇവല്യൂഷനാണ് 1 by 1 ആയിട്ട് ഡേറ്റ് പ്രകാരം ഓർഡറിൽ എങ്ങനെ ഇവോൾവ്ഡായി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ബൃഹത്തായ നിയമം ഇൻകം ടാക്സ് ആക്ട് എങ്ങനെ നിലവിൽ വന്നു എന്ന് കാണിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ്, ഇവല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻകം ടാക്സ് ആക്ട് എന്നത് വളരെ ബൃഹത്തായ നിയമമാണ്. ലോട്ട് ഓഫ് പ്രൊവിഷൻസ് ആർ ദർ. പഠിക്കാനും ഓർമ്മിക്കാനൊക്കെ വളരെ പ്രയാസമുള്ള ഒരു വലിയ നിയമം തന്നെയാണ് ഇൻകം ടാക്സ് ആക്ട്. പ്രമുഖ സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഓർമ്മിക്കാൻ വളരെ പ്രയാസമുള്ള നിയമം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്റ്റാണ്. നേരിയ വ്യത്യാസത്തിന് പല പ്രൊവിഷൻസും മാറിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം നിയമം. എന്നാൽ മാത്രമേ പ്രാക്ടിക്കൽ പ്രോബ്ലംസൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബൃഹത്തായൊരു നിയമം ഇൻകം ടാക്സ് ആക്ട് 1961 എങ്ങനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതെവിടെ നിന്ന് തുടങ്ങി, ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ, ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ആക്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. Friends, let us see again with another topic in another video.